السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب وأفوض أمري إلى الله إن الله بصير بالعباد. اللهم صل على سيدنا محمد النبي الأمي الحبيب العال القدر العظيم الجاه وعلى آله وصحبه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. النبي أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم وأولو الأرحام بعضهم أولى ببعض في كتاب الله من المؤمنين والمهاجرين إلا أن تفعلوا إلى أوليائكم معروفا كان ذلك في الكتاب مسطورا. وقال نبينا وحبيبنا محمد صلى الله عليه وسلم: ثلاث من كن فيه وجد حلاوة الإيمان: من كان الله ورسوله أحب إليه مما سواهما وأحسن منك لم تر قط عيني وأجمل منك لم تلد النساء خلقت مبرأ من كل عيب كأنك قد خلقت كما تشاء. നാട് മുഴുവൻ ലോകൈക ഗുരു വിശ്വപ്രവാചകൻ റഹ്മത്തുൽ ആലമീൻ റാഹത്തുൽ ആശിഖീൻ ഷഫീഉൽ മുദ്നിബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവദാനങ്ങൾ കൊണ്ടും പ്രകീർത്തനങ്ങൾ കൊണ്ടും മൗലിദുകൾ കൊണ്ടും ഒക്കെ മുഖരിതമാണ്. ഒരു പ്രഭാഷകന്റെയും പ്രഭാഷണത്തിലൂടെയോ ഒരു എഴുത്തുകാരുടെയും എഴുത്തിലൂടെയോ ഒരു കവിയുടെയും കവിതകളിലൂടെയോ വർണ്ണിച്ച് വിവരിച്ച് തീർക്കാനാകാത്ത മാനവരിൽ മഹോന്നതനായ അത്ഭുത പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500ാമത് ജന്മദിനത്തിന്റെ സ്മരണകളിലേക്ക് ലോകം നീങ്ങുകയാണ്. ഇത്തരുണത്തിൽ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ്, എന്താണ്, എങ്ങനെയാണ് ലോകത്തെ സ്വാധീനമായി മാറിയത് എന്നതൊക്കെ ഗവേഷണാത്മകമായി പഠിക്കുന്നവരുമുണ്ട്. ശരിയായ ഉദ്ദേശത്തോടെ സതുദ്ദേശത്തോടെ അറിയാനും പഠിക്കാനും ആഗ്രഹിച്ചവരെല്ലാം ആ പ്രവാചകൻ മുന്നോട്ട് വെച്ച സത്യദീനിന്റെ സന്ദേശത്തിലേക്ക് പ്രകാശലോകത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. വിശുദ്ധ ഇസ്ലാമിലെ 4ാമത്തെ ഖലീഫ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മരുമകൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരിക്കൽ ഒരു യഹൂദി പണ്ഡിതൻ ചോദിക്കുകയാണ്: സിഫ്ലി മുഹമ്മദൻ സിഫത്തൻ തമ്മ, നിങ്ങൾ നിങ്ങളുടെ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് നിങ്ങൾ വിളിക്കുന്ന ആ പ്രവാചകനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കട്ടെ. ഞാൻ ഇതുവരെയും മനസ്സിലാക്കിയതിനപ്പുറം ഇനി എന്താണ് എനിക്ക് അറിയാനുള്ളതെന്നറിയാൻ എനിക്കൊന്ന് സമ്പൂർണമായി ഒന്ന് പരിചയപ്പെടുത്തി തരിക. ആ ചോദ്യത്തിന് മറുപടിയായി അടുത്തൊരു ചോദ്യമായിട്ട് അങ്ങോട്ട് വെച്ചത് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അങ്ങോട്ട് ചോദിച്ചു: അത് ഞാൻ പറഞ്ഞു തരാം, നീ ഒരു കാര്യം ചെയ്യ്, അസിഫുലി മതാഅ ദുനിയ വ നഈമഹ,
ഈ നമ്മുടെ ചുറ്റും കാണുന്ന ഈ ഭൗതിക ലോകത്തിന്റെ സുഖങ്ങളും സന്തോഷങ്ങളും ഈ ദുനിയാവിന്റെ വിവരങ്ങളെ കുറിച്ച് നീ എനിക്കൊന്ന് വിവരിച്ചതാ പറഞ്ഞതാ. എന്നാൽ ഉസിഫുലക അൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ദുനിയാവിനെ കുറിച്ച് എനിക്കൊന്ന് നീ പറഞ്ഞു തരാമെങ്കിൽ ഞാൻ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ഞങ്ങളുടെ നബിയെ കുറിച്ച് അങ്ങോട്ട് പറഞ്ഞു തരാം. ആ സമയത്ത് അയാൾ പറയാ, കൈഫ അസിഫുലക, ഞാൻ എങ്ങനെയാണ് ദുനിയാവിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരിക? ദുനിയാവ് പറയാൻ എവിടെ നിന്ന് തുടങ്ങണമെന്നറിയില്ല, എന്താണ് അതിനെ കുറിച്ച് പറയേണ്ടതെന്നറിയില്ല. അത് വിശാലമാണ്, അത് കണ്ണെത്താ വിശാലമാണ്, അറിയാൻ കഴിയുന്നതിനും അപ്പുറമാണ്. അപ്പൊ എങ്ങനെ വിവരിച്ച് തരണമെന്ന് എനിക്കറിയില്ല. അലിയ തങ്ങൾ തിരിച്ചു ചോദിച്ചു, ആ തഅജിസ്, ഈ നിന്റെ ചുറ്റാകെയുള്ള ദുനിയാവിനെ കുറിച്ചൊന്നും പറഞ്ഞു തരാൻ പറയുമ്പോൾ അതിന്റെ മുമ്പിൽ നീ അവശനായി പോകുന്നു, നിസ്സഹായനായി പോകുന്നുവെങ്കിൽ ഈ ലോകത്തെ എന്നല്ല ഇതിനപ്പുറം ഒരു ലോകമുണ്ടെങ്കിൽ ആ ലോകം ഉൾപ്പെടെയുള്ള ലോകത്തിന്റെ മുഴുവനും പ്രവാചകനായി നിയോഗിതനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് വിവരിച്ചു തരിക? ഏത് വാക്കുകളിലൂടെയാണ് എനിക്ക് പരിചയപ്പെടുത്തി തരാൻ കഴിയുക? ഒരു വാക്കുകൾ കൊണ്ടും ഒരു എഴുത്തുകൊണ്ടും ഒരു പ്രഭാഷണം കൊണ്ടും എഴുതി പറഞ്ഞ് പരിചയപ്പെടുത്തി തീർക്കാൻ കഴിയാത്തത്ര വിശാലമാണ് ആ പ്രവാചക പ്രപഞ്ചമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് പറയപ്പെടാൻ ആഗ്രഹിച്ച മനുഷ്യന്റെ മുമ്പിൽ പറയപ്പെടുമ്പോൾ ആ റസൂലാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് ഓർമ്മകളിലൂടെ. ആ പ്രവാചക പ്രഭുവിനെ സതുദ്ദേശത്തോടെ അറിയാനും പഠിക്കാനും സ്നേഹത്തോടെ മനസ്സിലാക്കാനും താല്പര്യപ്പെട്ട ഏതൊരു മനുഷ്യനും അത് മനസ്സിലാക്കി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരെല്ലാവരും അതിന്റെ അനുയായികളായി മാറിയ ചരിത്രമാണ് നമുക്ക് പറയാനുള്ളത്. അർണോൾഡ് മാണ്ടൂൻ എന്ന യൂറോപ്യൻ ലോകത്ത് പ്രസിദ്ധനായ സിനിമാ നിർമ്മാതാവ് പ്രവാചകനെ വിമർശിക്കുവാനും പുണ്യ റസൂലിനെ ഇകഴ്ത്തുവാനും ആഗ്രഹിച്ചാണ് അയാൾ സിനിമ പിടിക്കാൻ ഇറങ്ങുക. അദ്ദേഹത്തിന്റെ സിനിമ പുറത്തു വന്നു. കോടാനുകോടി മനുഷ്യരാണ് അതിനെതിരെ തെരുവിലേക്ക് ഇറങ്ങിയത്. പല നേതാക്കളെയും ആക്ഷേപഹാസ്യത്തോടെ അവതരിപ്പിച്ചിട്ടുള്ള തന്റെ സിനിമക്ക് മുമ്പിൽ മുഹമ്മദ് റസൂലുള്ളാഹിനെ കുറിച്ച് ഒരു സിനിമ വന്നപ്പോൾ ലോകത്തിന്റെ നാനാദിക്കുകൾ, ആഫ്രിക്കയും അമേരിക്കയും ഏഷ്യയും യൂറോപ്പും കരീബിയൻ രാജ്യങ്ങൾ ഉൾപ്പെടെ മുസ്ലിങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അവിടങ്ങളിൽ ആകമാനമുള്ള മുസ്ലിങ്ങൾ ഒന്നടങ്കം ഒരുപോലെ എതിർശബ്ദം ഉയർത്തുമ്പോൾ ഇങ്ങനെ ലോകത്തെ കറുത്തവനും വെളുത്തവനും കാപ്പിരിയും അടിമയും ഉടമയും ഒരാളും വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരുടെയും മനസ്സുകളെ എത്രമാത്രം സ്വാധീനിക്കുമാറ് ഈ മുഹമ്മദ് ഒരു പ്രവാചകൻ തന്നെ ആയിരുന്നു. മനസ്സിലാക്കിയതും കേട്ടതിനും അപ്പുറം ആ പ്രവാചകൻ എന്ന് അവർ പറയുന്ന ആ നേതാവ് യഥാർത്ഥ അത്രമാത്രം സ്വാധീനമുള്ളൊരു പ്രവാചകൻ തന്നെയായിരുന്നു. ആ അർണോൾഡ് മാണ്ടൂൻ അവസാനം പുണ്യ റസൂലിന്റെ ഹബീബായ മുത്ത് റസൂലിന്റെ ആ സ്നേഹ പ്രപഞ്ചത്തിലേക്ക് ഷഹാദത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് അവിടുത്തെ മദീന ത്വയ്യിബയിലെ റൗള ശരീഫിന്റെ മുമ്പിൽ വന്ന് സുജൂദിൽ കടന്നുകൊണ്ട് യാ റസൂലല്ലാഹ്, വർഷങ്ങളോളം അങ്ങയുടെ സമുദായത്തിനോടൊപ്പം പല ഭാഗങ്ങളിൽ ജോലി ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ദുബായ് എന്ന അറബ് നാട്ടിൽ 5.5 വർഷക്കാലം ഞാൻ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോ അവിടെ അങ്ങയുടെ അനുയായികളായ ഒരുപാട് മുസ്ലിമീങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് മുസ്ലിം പേരുകാരുണ്ടായിരുന്നു. ആ കാലത്തിൽ ഒരിക്കൽ പോലും ഇത്രമാത്രം അങ്ങേക്ക് സ്വാധീനമുണ്ടെന്ന് ഒരിക്കൽ പോലും ഒന്നറിയാൻ മനസ്സിലാക്കാൻ ഒരിക്കൽ പോലും എനിക്ക് അവസരമുണ്ടായില്ല. എന്നാൽ അങ്ങയെ വിമർശിച്ചുകൊണ്ട് അങ്ങയെ ആക്ഷേപിച്ചുകൊണ്ട് ഞാനൊരു സിനിമ ഇറക്കേണ്ട താമസം ഇത്രമാത്രം മനസ്സുകളെ സ്വാധീനിച്ചൊരു വ്യക്തിയായിരുന്നെന്ന് എനിക്ക് തിരിച്ചറിയുമ്പോഴാ അങ്ങയെ കുറിച്ച് ഞാൻ സ്വന്തമായി പഠിക്കാൻ തുടങ്ങുക. ഒരു മുസ്ലിം പോലും എനിക്ക് വഴികാട്ടിയായില്ല, ഒരു മുസ്ലിം പോലും അങ്ങയെ കുറിച്ച് പരിചയപ്പെടുത്താൻ എന്റെ അടുക്കൽ വന്നില്ല. പിന്നെ എന്റെ സിനിമയെ വിമർശിക്കാനും മാത്രം ഈ പ്രവാചകൻ എന്നവർ വിളിക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അവർക്ക് ഇത്രമാത്രം സ്വാധീനമായ ഘടകം എന്തെന്നറിയാൻ അങ്ങയെ കുറിച്ച് പഠിക്കാൻ ഇറങ്ങി. അങ്ങയെ വിമർശിച്ചവരെയും അനുകൂലിച്ചവരെയും ഞാൻ പഠിക്കാൻ ഇറങ്ങി. അപ്പോഴാണ് എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടത്. മുഹമ്മദുർ റസൂലുള്ളാഹ് പ്രവാചക പരമ്പരയിലെ ഏറ്റവും വലിയ കുലപതിയാ. 100 സ്വാധീനം ചെലുത്തിയ 100 വ്യക്തികളെ കുറിച്ച് പറഞ്ഞപ്പോ അവിടെ ഒന്നാമതായി മുഹമ്മദ് റസൂലുള്ളാഹിനെ പ്രതിഷ്ഠിച്ച ആ 100 വ്യക്തികളുടെ ചരിത്രം പറയുമ്പോ അവിടെ ഏറ്റവും അധികം പ്രാധാന്യത്തോടുകൂടി പഠിപ്പിക്കപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹ് അത്ര വലിയ സ്വാധീനമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. വിമർശനത്തോടെ പഠിക്കാൻ ആഗ്രഹിച്ചവർ, സതുദ്ദേശത്തോടെ വിമർശിക്കാൻ ഇറങ്ങിയവർ അവരൊക്കെയും പ്രവാചക പ്രഭുവിന്റെ സവിധത്തിലേക്ക് എത്തുകയാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ് ആ പ്രവാചകന്റെ ജന്മദിനം കടന്നു വരുമ്പോ ആ ജന്മദിനം നമ്മളോട് യാത്ര പറഞ്ഞു പോകുമ്പോ കേവലം ഒരു പ്രവാചകന്റെ സ്മരണയിലൂടെ കടന്നു പോകലല്ല, പിന്നെയും ആ റസൂലിലേക്ക് അക്കാലഘട്ടത്തിനും ഇക്കാലഘട്ടത്തിനും ആ റസൂലിനെ പഠിക്കാൻ ഇറങ്ങിയവർ ആ റസൂലിലേക്ക് ആഴ്ന്നിറങ്ങിയത് എപ്രകാരമായിരുന്നോ അതുപോലെ ഇറങ്ങാൻ നമുക്കും കഴിയട്ടെ. പ്രവാചക പ്രകീർത്തന കാവ്യത്തിലെ
ലോക ഇതിഹാസമായ ഖസീദത്തുൽ ബുർദ, ആ ഖസീദത്തുൽ ബുർദയുടെ രചയിതാവ് മഹാനായ ഇമാമുൽ ബുസ്രി റളിയല്ലാഹു തആല അൻഹു ഇന്നത്തെ ഈജിപ്തിലെ ചരിത്ര പുരാതനമായ അലക്സാണ്ട്രിയ പട്ടണത്തിലെ മന്ദമാരുതനേറ്റ് അതിന്റെ തീരത്തിലായി അന്തിയുറങ്ങുന്ന മഹാനവറുകൾ ഹബീബായ റസൂലിനെ കുറിച്ച് ലോകത്തൊരാൾക്കും വർണ്ണിക്കാൻ കഴിയാത്ത രൂപത്തിൽ അത്രമാത്രം സാരസമ്പൂർണമായി തന്റെ കവിതകളിലൂടെ വിവരിച്ചയാളാണ്, വർണ്ണിച്ചയാളാ. റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് ഒരുപാട് പറഞ്ഞ് പാടിയും പറഞ്ഞും ആ റസൂലിനെ ലോകത്തിന്റെ മുമ്പിൽ ആരാണ് റസൂൽ എന്ന് കവിതകളിലൂടെ, കവിതകൾക്ക് അറബ് ലോകത്ത്, ഉറുദു ലോകത്ത് വലിയ സ്വാധീനമുണ്ട്. മുഷാറ, കവിയരങ്ങെന്നെല്ലാം പറഞ്ഞാൽ 90 വയസ്സുള്ള ഉപ്പാപ്പയും ഏച്ചും വലിഞ്ഞും അതിനുവേണ്ടി പോകും. അത്രയും സ്വാധീനം ഷഅറിനുണ്ട്, ബൈത്തുകൾക്ക്, കവിതകൾക്ക് അറബ് ലോകത്തുണ്ട്. ഗദ്യങ്ങളെക്കാൾ പദ്യങ്ങൾക്ക് അറബികൾക്ക് വലിയ സ്വാധീനമാണ്. അതുകൊണ്ട് തന്നെ പദ്യങ്ങളിലൂടെ വിവരിക്കുന്ന കാര്യമാണ് ജനമനസ്സുകളിൽ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്. മഹാനായ ഇമാമുൽ ബുസ്രി റളിയല്ലാഹു തആല അൻഹു തന്റെ ഖസീദയിലൂടെ നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ ലോകത്തിന് പരിചയപ്പെടുത്തുകയാണ്. രോഗബാധിതനായി ചികിത്സകളെല്ലാം പരാജയപ്പെട്ടു, ഒരു ചികിത്സയും ഫലിക്കാതെ വരുമ്പോൾ അദ്ദേഹത്തിന് ആരോ പറഞ്ഞു കൊടുത്തു, മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ മദ്ഹ് പാടാം, മദ്ഹ് എഴുതാം. നല്ല കവിയായിരുന്നു, നല്ല പ്രാവീണ്യമുള്ള കവിയായിരുന്നു. റസൂലിനെ കുറിച്ച് പഠിച്ച് ആ റസൂലിനെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ തന്റെ കഴിവിനെ വിനിയോഗിക്കാമെന്ന് നേർച്ച ചെയ്തുകൊണ്ട് ആ നിയത്തിലായി നീങ്ങി നോക്കുക. അദ്ദേഹത്തിന്റെ നിയത്ത് കബൂലായി. ഹബീബായ റസൂലുള്ളാഹി തങ്ങളോടുള്ള സ്നേഹവും ഇഷ്കും അദ്ദേഹത്തിന്റെ രോഗശാന്തിക്ക് കാരണമായി. റസൂലിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി, അറിയാൻ തുടങ്ങി. അവസാനം അടുത്തടുത്ത് ആ റസൂലിന്റെ അടുക്കലേക്ക് എത്തി നിൽക്കുമ്പോൾ കണ്ണ് മിഴിച്ചു പോവുകയാണ്. പടച്ചവൻ, ഇത് എന്തൊരു ലോകമാണ്! مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم فمبلغ العلم فيه ആദരമായ റസൂലുള്ളാഹിനെ അടുത്തടുത്ത് ആ റസൂലിനെ തിരിച്ചറിഞ്ഞ് തന്റെ മുമ്പിലേക്ക് എത്തി നിൽക്കുമ്പോ താൻ മനസ്സിലാക്കിയ റസൂൽ, ഞാൻ മനസ്സിലാക്കിയ എന്റെ ആശിഖ്, ഞാൻ മനസ്സിലാക്കിയ എന്റെ മഅ്ശൂഖ്, എന്റെ സ്നേഹവാചകത്തിനെ ഞാൻ മനസ്സിലാക്കിയതുപോലെ ഈ ലോകത്തെ ജനങ്ങളൊന്നും മനസ്സിലാക്കിയിരുന്നെങ്കിൽ, സാധാരണക്കാരായി ഇന്ന് ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് മുമ്പിൽ മുഹമ്മദ് റസൂലുള്ളാഹി അറബിയിൽ വന്നൊരു സാധാരണക്കാരനാ, ഒരു സാധാരണ മനുഷ്യനാണ്, ഒരു സാധാരണ പ്രവർത്തകനാണ്, അറേബ്യയിലൂടെ ചുറ്റിത്തിരിഞ്ഞ് നടന്നൊരു സാധാരണ മനുഷ്യനാണെങ്കിൽ, യാ റസൂലല്ലാഹ്, അങ്ങയെ കുറിച്ച് ഒറ്റവാക്കിൽ എന്റെ ഈ കവിതയുടെ ഇതേ കോർവയിലൂടെ അങ്ങയെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ എങ്ങനെയാണ് കഴിയുക റസൂലേ? ഒരു സാധാരണ മനുഷ്യന്റെ ചിന്താമണ്ഡലത്തിലൂടെ ചിന്തിച്ച് ചെല്ലുമ്പോ ഒരു മനുഷ്യൻ എന്ന നിലയിലാണ് അവരെത്തുക. സാധാരണക്കാര് മുഹമ്മദ് എന്ന് കേൾക്കുമ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് നമ്മൾ പറയുമ്പോൾ അവരുടെ മുമ്പിൽ ഒരു മനുഷ്യൻ മാത്രമാണ്. എന്നാൽ ഞാൻ അറിഞ്ഞിരിക്കുന്നു അങ്ങയെ, ഞാൻ അങ്ങയെ കുറിച്ചാണ് തേടിയിറങ്ങിയത്, എന്റെ രോഗശാന്തി അങ്ങയിലേക്ക് എത്തിച്ചു. ഞാൻ അങ്ങയെ തേടിയിറങ്ങിയപ്പോൾ അങ്ങ് വായിച്ചാൽ തീരാത്ത, എഴുതിയാൽ തീരാത്ത, പറഞ്ഞാൽ തീരാത്ത ഒരു പ്രപഞ്ചമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഇതിനെ ഇത്രയും ആ വിശാലതയുള്ള ഇതിനെ എങ്ങനെയാണ് ഞാൻ ഈ 2 വരിയിൽ, ഒരു വരിയുടെ ഒരു ഭാഗത്തിലൂടെ ഞാൻ എങ്ങനെയാണ് പരിചയപ്പെടുത്തി കൊടുക്കുക? ആലോചിച്ചാലോചിച്ച് ഒരുപാട് നേരം പോയി, സമയം ഒരുപാട് കടന്നുപോയി. അതിനോട് ചേർന്ന ആ കോർവയിലായി അതിന്റെ ആ പദ്യത്തിന്റെ അടുത്ത വരി പൂർത്തിയാക്കാൻ അനുയോജ്യമായ സാരസമ്പൂർണമായ ഒരു വാചകം കിട്ടാതെ, വചനം കിട്ടാതെ അദ്ദേഹം മയക്കത്തിലേക്ക് പോയി. സ്വപ്നത്തിൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിലേക്ക് എത്തി നിന്നുകൊണ്ട് ആ മയക്കത്തിൽ എങ്ങനെയാണ് ആ വരി പൂർത്തിയാക്കുക എന്നതിന് കൃത്യമായ ഉത്തരമില്ലാതെ കുലങ്കശമായി ചിന്തിച്ചു മയങ്ങിയ ആ മയക്കത്തിൽ അദ്ദേഹം ചെന്ന് നിൽക്കുന്നത് ഹബീബായ മുത്ത റസൂലുള്ളാഹി തങ്ങളുടെ തിരുസവിധത്തിലാണ്. അവിടെ ഇരുന്നു കൊണ്ട് ഹബീബായ തങ്ങളെ കുറിച്ച് പാടാൻ ആഗ്രഹിച്ച ആ അതുവരെ എഴുതിയ കാവ്യത്തിന്റെ ഓരോ വരികളായി ഇങ്ങനെ പാടാൻ തുടങ്ങി. അങ്ങനെ പാടി സാധാരണക്കാരൻ, ഓ റസൂലേ, അങ്ങേ ഞാൻ അങ്ങ് മനസ്സിലാക്കി,
സാധാരണക്കാരായ ആളുകളെന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു സാധാരണ മനുഷ്യനായിട്ട് മനസ്സിലാക്കുന്നിടത്താണുള്ളതെങ്കിൽ അങ്ങയെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കാൻ, ഞാൻ മനസ്സിലാക്കിയ അതേ അളവിലും തോതിലും ജനങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുക്കാൻ എങ്ങനെയാണ് കഴിയുക എന്നതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു പോയി എന്നുള്ള ആ വാക്കങ്ങ് പാടി പൂർത്തിയാക്കുമ്പോ അടുത്ത വാക്ക് ഏതാണെന്ന് പാടാൻ കഴിയാതെ നിസ്സഹായനായി നിന്നുപോയി. ആ സമയത്തിലാണ് അതാ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ തന്റെ ചുമലിൽ കിടന്ന ഷാൾ എടുത്തുകൊണ്ട് ഇമാം ബൂസിരിയുടെ മുഖത്തെ കിട്ടുകൊണ്ട് പറഞ്ഞു, ഉക്തുബ് യാ ബൂസിരി, ഉക്തുബ് യാ ബൂസിരി വഅന്നഹു ഖൈറ ഖൽഖില്ലാഹി കുല്ലിഹിം. നിന്റെ ആ വാക്കുണ്ടല്ലോ അതിന്റെ പൂർത്തീകരണം ഇങ്ങനെയാക്ക്, വഅന്നഹു ഖൈറ ഖൽഖില്ലാഹി കുല്ലിഹിം. നീ എന്താ പറഞ്ഞു? ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു. ഒരു സാധാരണ മനുഷ്യന്റെ ചിന്തയിൽ മുഹമ്മദ് റസൂലുള്ളാഹി ഒരു മനുഷ്യനാണ് എന്നിടത്തേക്കാണ് അവന്റെ ചിന്ത എത്തി നിൽക്കുന്നതെങ്കിൽ താങ്കൾ മനസ്സിലാക്കിയ ആ വിശ്വപ്രപഞ്ചമുണ്ടല്ലോ അതിനെ ഈ അരവരിയിലൂടെ പൂർത്തീകരിക്കാൻ ഞാൻ പറഞ്ഞു തരാം. ഇങ്ങനെ പറയും, ഈ ലോകത്ത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാത്തിനേക്കാളും ശ്രേഷ്ഠമായ ഒരു സൃഷ്ടിയാണ് ആ മുഹമ്മദ് റസൂലുള്ളാഹി എന്നങ്ങ് പറയാം. അള്ളാന്റെ സൃഷ്ടിയായി ഈ ദുനിയാവിൽ എന്തെല്ലാം വന്നിട്ടുണ്ടോ അതെല്ലാത്തിനേക്കാളും ശ്രേഷ്ഠമായി എന്ത് എന്ന് ചോദിച്ചാൽ അത് ഞാനാണ് എന്നങ്ങ് പറഞ്ഞു കൊടുക്കൂ. മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ തന്നെ സ്വർണ്ണത്തിലൂടെ വന്നുകൊണ്ട് ഇമാം ബൂസരിക്ക് പറഞ്ഞു കൊടുക്കാൻ ഇങ്ങനെ ഇങ്ങോട്ട് പറയാൻ ഞാൻ പറഞ്ഞു വന്നത്, ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ ഒരു സാധാരണ മനുഷ്യനോ അല്ലെങ്കിൽ ഒരു സാധാരണ പ്രവാചകരോ എന്നതിനെല്ലാം അപ്പുറം പ്രവാചക തറവാട്ടിലെ കുലപതിയായിരുന്നു എന്ന നിലയിലാണ് ഒരാൾ മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കാനും അറിയാനും ഇറങ്ങുന്നത് എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ യഥാർത്ഥ പ്രവാചക ലോകത്തിലേക്ക് തന്നെ എത്തിച്ചേരും. അങ്ങനെ ആഗ്രഹിക്കുന്നവർ എത്തുക തന്നെ ചെയ്യും. എന്നാൽ അതല്ല വിമർശിക്കുവാനാണ് ഇറങ്ങുന്നതെങ്കിൽ ആ വിമർശകർക്ക് പോലും, വിമർശിക്കാൻ ഇറങ്ങുന്നവരോട് പോലും ഒറ്റയ്ക്കൊന്ന് ചോദിക്കണം, നിങ്ങൾ ഈ വിമർശനങ്ങളൊക്കെ പറയുമ്പോഴും വേറെ ആരുമില്ല, നമ്മൾ രണ്ടും മാത്രമേ ഉള്ളൂ, ഈ സമയത്ത് ഒന്ന് പറയും, മുഹമ്മദ് റസൂലുള്ളാഹിയെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടാണോ വിമർശിക്കുക, അല്ലാതെ കേട്ടുകേഴ്വിയിലൂടെ വിമർശിക്കുകയാണോ? അപ്പോൾ അയാൾ പറയാ, ഞാൻ നന്നായി പഠിച്ചിട്ടാണ് വിമർശിക്കുക എന്ന് പറഞ്ഞാൽ വേറെ മൂന്നാമതൊരാൾ കേൾക്കാതെ അയാളോട് ചോദിക്കുക, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഈ മുഹമ്മദ് റസൂലുള്ളാഹിയെ കുറിച്ച്? അയാൾ പറയും, മുഹമ്മദ് റസൂലുള്ളാഹി സത്യപ്രവാചകൻ തന്നെയായിരുന്നു. അഖ്നസ് എന്ന അക്കാലഘട്ടത്തിൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്കെതിരെ പടനയിച്ച ബദർ രണാങ്കണത്തിലേക്ക് പടനയിച്ചുകൊണ്ട് അബൂജഹലിനോടൊപ്പം വന്ന അഖ്നസ്, അബൂജഹലായിരുന്നല്ലോ മക്കക്കാരുടെ നേതാവ്. ആ മക്കക്കാരുടെ നേതാവായ അബൂജഹലിനോടൊപ്പം പടനയിച്ചുകൊണ്ട് ബദറിന്റെ രണാങ്കണത്തിൽ നിൽക്കുമ്പോൾ ആ സമയത്ത് അഖ്നസ് എന്ന മനുഷ്യൻ അബൂജഹലിനോട് ചോദിക്കുക, മറുഭാഗത്തെ ശത്രുപാളയത്തിലെ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ മറുഭാഗത്തിലുള്ള ശത്രുപാളയത്തിന്റെ നേതാവായ അബൂജഹലിനോട് ഈ അഖ്നസ് എന്നവർ ചോദിക്കുകയാണ്, യാ അബുൽ ഹക്കം, അബുൽ ഹക്കം എന്നാണ് അയാളുടെ പേര്, യാ അബുൽ ഹക്കം ലൈസ ബൈനി വ ബൈനക, ഞാൻ നമ്മൾ രണ്ടുപേർക്കും ഇടയിൽ ഒരു സംസാരം ഉണ്ടായില്ല, സംസാരം മൂന്നാമതൊരാളും കേൾക്കാനില്ല, നമ്മൾക്കിടയിൽ ഞാനും നീയുമല്ലാതെ വേറൊരാളുമില്ല. ഈ സമയത്ത് ഞാൻ താങ്കളോട് ഒരു കാര്യം ചോദിക്കുകയാണ്, യാ അബുൽ ഹക്കം, നമ്മൾ രണ്ടുമല്ലാതെ മൂന്നാമതൊരാളും കേൾക്കാത്ത ഈ സമയത്തിൽ ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്, ഇന്ന മുഹമ്മദൻ ലസ്വാദിഖുൻ അം കാദിബ്. ഞാനൊരു ചോദ്യം ആളോട് ചോദിക്കാം, താങ്കളുടെ ചെറുപ്പകാലം മുതൽ, താങ്കളുടെ കുട്ടിക്കാലം മുതൽ അടുത്തറിഞ്ഞ് പരിചയപ്പെട്ട് കളിക്കൂട്ടുകാരനായി നാട്ടുകാരോടൊപ്പം സുപരിചിതനായ വ്യക്തിത്വമാണ് മുഹമ്മദ് റസൂലുള്ളാഹി. എനിക്ക് അത്രമാത്രം പരിചയമില്ല. ആ താങ്കളോട് ഞാൻ ചോദിക്കുകയാണ്, ആ സംഘത്തിന്റെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹിനെ കുറിച്ച് താങ്കൾക്ക് എന്താ പറയാനുള്ളത്? എന്താ ഉള്ള കാര്യം പറയുന്നു പറഞ്ഞു. ആ സമയത്ത് അബൂജഹല്, മുഹമ്മദ് റസൂലുള്ളാഹി ഇസ്ലാമിനെ ഉന്മൂലനം ചെയ്യാവുന്ന അബൂജഹല് അഖ്നസ് എന്നവരോട് പറയാണ്, ഇന്ന മുഹമ്മദൻ ലസ്വാദിഖുൻ വമാ കദബ മുഹമ്മദുൻ ഖത്തു. ഒരു കാര്യം ഞാൻ എന്താ പറയാണ്, മറുഭാഗത്താണ് നിൽക്കുക, എന്റെ ശത്രുവാണ്, അവരെല്ലാവരെയും ഇല്ലായ്മ ചെയ്യലാണ് നമ്മുടെ ആഗ്രഹം, ഒക്കെ ശരിയാണ്. എങ്കിലും ഞാൻ പറയാണ്, ഇന്ന മുഹമ്മദൻ ലസ്വാദിഖുൻ വമാ കദബ മുഹമ്മദുൻ ഖത്തു. മുഹമ്മദ് റസൂലുള്ളാഹി സത്യസന്ധനാണ്, സത്യപ്രവാചകൻ, സത്യസന്ധനാണ്. അതായത് കളവ് പറഞ്ഞിട്ടേ ഇല്ല. ഞങ്ങളുടെ അറിവിൽ മുഹമ്മദ് കളവ് പറഞ്ഞിട്ടേ ഇല്ല, സത്യസന്ധനാണ് എന്ന് പറഞ്ഞ അതേ അബൂജഹൽ പിന്നെ എവിടെയാണ് ഇവർക്ക് പിഴച്ചു പോയത്? ഇത് പറഞ്ഞ ആളുകൾ ഒരിക്കൽ ഒരു പാതിരാവിൽ കോരിച്ചൊരിയുന്ന മഴയത്ത് ഒരാളും പുറത്തിറങ്ങാതെ വിശ്രമിക്കുന്ന, തന്റെ വീടുകൾക്കുള്ളിലായി ഒതുങ്ങി കഴിയുന്ന സമയത്തിലാണ്. ആ സമയത്തിലും പാതിരാവിന്റെ നിസ്സബ്ദത എല്ലാവരും ഉറങ്ങുമ്പോഴും ആ സമയത്തിലും ആരെങ്കിലും ഒരാൾ കലിമ ചൊല്ലാൻ ബാക്കിയുണ്ടെങ്കിൽ അല്ലാഹുവേ അവരുടെ അടുക്കൽ പോയി കലിമ പറയാൻ ബാധ്യസ്ഥനല്ലേ ഞാൻ? അവരുടെ അടുക്കൽ പോയി അങ്ങയെ കുറിച്ച് പറയാൻ ബാധ്യസ്ഥനല്ലേ ഞാൻ?
റസൂലിന് കടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഇറങ്ങിക്കൊണ്ട് അബൂജഹൽ എന്നവരുടെ നേതാവ് അബുൽ ഹക്കമിന്റെ വീട്ടിലേക്ക് ചെന്നു. അവിടെ ചെന്ന് വാതിൽ മുട്ടിക്കൊണ്ട് പറഞ്ഞു, യാ അബുൽ ഹക്കം ഖുലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇശ്ഹദൂ, താങ്കൾ ഷഹാദത്ത് വരിക്കൂ, അല്ലാഹുവാണ് ആരാധനക്കർഹൻ, വേറെ ആളുമില്ല. ഈ കഅബാലയത്തിന്റെ ചാരത്ത് കാണുന്ന വിഗ്രഹങ്ങൾ ദൈവങ്ങളല്ല, അത് സിട്ടാവല്ലെന്ന് പറയണമെന്ന് പറയുമ്പോ ആ പാതിരാവിൽ വാതിൽ തുറക്കുമ്പോ അബുൽ ഹക്കം സ്വന്തത്തോട് പറയുന്നുണ്ടായിരുന്നു, വീട്ടുകാരോട് പറയുന്നുണ്ടായിരുന്നു, ഈ കോരിച്ചെറിയുന്ന മഴയത്ത് ഈ കുത്തി ഒലിക്കുന്ന വെള്ളപ്പാച്ചിലിൽ ഒരു മനുഷ്യനും മക്കത്ത് പുറത്തിറങ്ങൂല. ഈ സമയത്ത് ആരാണ് എന്റെ വീട്ടിന്റെ മുമ്പിൽ വരുന്നതെങ്കിലും മക്കയുടെ പ്രസിഡന്റായ ഞാൻ അവരുടെ ആവശ്യം സാധിച്ചു കൊടുക്കുക തന്നെ ചെയ്യുന്നതാ. അബുൽ ഹക്കം വാതിൽ തുറക്കുമ്പോ കേൾക്കുന്ന വാർത്തയാ, അബുൽ ഹക്കം ഇശ്ഹദൂ, ഷഹാദത്ത് പറയൂ അബുൽ ഹക്കം, താങ്കൾ രക്ഷപ്പെടുമെന്ന് പറയുമ്പോ മുഹമ്മദ് റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഈ അബുൽ ഹക്കം എന്ന അബൂജഹൽ പറഞ്ഞു, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഓ മുഹമ്മദേ, വല്ലാഹി ലാ ഉകദ്ദിബു ബിക യാ മുഹമ്മദ്, മുഹമ്മദേ, താങ്കളെ ഞാൻ കളവാക്കുന്നില്ല, താങ്കൾ പറയുന്നത് സത്യമായിരിക്കാം, താങ്കളെ ഞാൻ കളവാക്കുന്നില്ല, എന്നാൽ വലാകിൻ ഉകദ്ദിബുക ബിമാ ജിത ബിഹി, മുഹമ്മദേ, നിന്നെ ഞങ്ങൾ അംഗീകരിക്കുന്നു, നിന്നെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു, നീ സത്യസന്ധനാണ്, നീ ശരിയായ വ്യക്തിത്വമാ, എന്നാൽ വലാകിൻ ഉകദ്ദിബുക ബിമാ ജിത ബിഹി, പിന്നെ എന്തിനെയാണ് ഞങ്ങൾ വിമർശിക്കുന്നത്, എന്തിനെയാണ് നിങ്ങൾ തടുക്കുന്നത് എന്നറിയുമോ? താങ്കൾ പഠിപ്പിക്കുന്ന, താങ്കൾ കൊണ്ടുവന്ന പുതിയൊരു ദീനിനെ കുറിച്ചാണ് ഞങ്ങൾക്ക് വിമർശനമുള്ളത്, അതാണ് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെയുള്ളത്. എന്താ കാരണം? അത് ഞങ്ങൾ അധികാരത്തിനെ തളർത്തുന്നതാ, അത് ഞങ്ങളെ മേധാവിത്വത്തിനെ ഇല്ലായ്മ ചെയ്യുന്നതാ, അത് ഞങ്ങളെ പ്രസിഡൻഷ്യൽ സ്ഥാനത്തിനെ ഉന്മൂലനം ചെയ്യുന്നതാ, അതുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കില്ല. തന്റെ ബന്ധുക്കളായ തന്റെ കൊച്ചാപ്പമാർ, മുത്താപ്പമാർ, വേണ്ടപ്പെട്ട ആളുകളെയാണ് ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടി നിൽക്കുമ്പോ ഈ സമയത്ത് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യം സത്യമാണോ എന്ന് നിങ്ങൾ വിശ്വസിക്കുമോ? ജനങ്ങൾ പറഞ്ഞു, അതെ മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ വിശ്വസിക്കും. ആ സമയത്തിലാണ് അവരുടെ മുമ്പിൽ പറഞ്ഞു, നിങ്ങളെങ്കിൽ ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, ഞാൻ പടച്ച റബ്ബിന്റെ നിയോഗിതനായ പ്രവാചകനാണ്, നിങ്ങൾ വിശ്വസിക്കണമെന്ന് പറയുമ്പോ ആ സമയത്തിൽ അവിടെ നിന്നുകൊണ്ട് മറുപടി പറഞ്ഞു, യാ മുഹമ്മദു തബ്ബൽ ലക യാ മുഹമ്മദു സല്ലല്ലാഹു അലൈഹി, നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞു. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഇത് കേൾക്കേണ്ട താമസം വളരെയധികം വിഷമിച്ചു പോയി, ഏറെ വേദനിച്ചു പോയി. ആ വേദനയോടുകൂടി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടച്ച റബ്ബിന്റെ മുമ്പിൽ സർവ്വതും സമർപ്പിച്ചു. അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നും സാന്ത്വനപ്പെടുത്തി, നബിയെ, അങ്ങല്ല നശിച്ചിരിക്കുന്നത്, ഇത് പറഞ്ഞവനും അവന്റെ ഭാര്യ ഹമ്മാലത്തുൽ ഹതബ്, ആ ഭാര്യയും അവനും നശിച്ചിരിക്കുകയാണ് ഉണ്ടാവുക. അത് തന്നെയാണ് ചരിത്രത്തിൽ കണ്ടത്. 13 കൊല്ലക്കാലമാണ് 13 കൊല്ലക്കാലമാണ് ഈ അബൂലഹബിന്റെയും തന്റെ ഭാര്യയുടെ വീട്ടിന്റെ അരികത്തിരുന്നു കൊണ്ട് ഖുർആൻ ഓതപ്പെട്ടത്. 13 കൊല്ലക്കാലം ഖുർആൻ കേട്ടിട്ടും ഹൃദയം തുറന്നില്ല അബൂലഹബിന്റേത്. 13 കൊല്ലക്കാലം കേട്ടിട്ടും മുഹമ്മദ് റസൂലുള്ളാഹിന്റെ മുമ്പിൽ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്നും ഈ ഖുർആനിന്റെ പ്രകാശത്തിലേക്ക് മനുഷ്യര് വരുമ്പോഴും ഒരു വെളിപ്പാടകലെ ഉറച്ചു വിളിച്ചാൽ കേൾക്കുന്ന ആ ചാരത്ത് കഴിഞ്ഞ ചരിവിൽ കഴിഞ്ഞ അബൂലഹബും ഭാര്യയ്ക്കും ഈ പ്രകാശം എത്തുവാൻ അല്ലാഹു തൗഫീഖ് കൊടുത്തില്ല. ആ പ്രകാശം നേടാൻ അവർക്ക് അവസരമുണ്ടായില്ല. വല്ലാഹി, ഞാൻ തീർച്ചയായിട്ടും അങ്ങയെ വിശ്വസിക്കുന്നു, അങ്ങയെ അംഗീകരിക്കുന്നു, പിന്നെ എന്തിനെയാണ് ഉൾക്കൊള്ളാത്തത്? അങ്ങയുടെ സന്ദേശത്തിനാണ് ഉൾക്കൊള്ളാത്തത്. ഇന്ന മുഹമ്മദൻ ലസ്വാദിഖുൻ വമാ കദബ മുഹമ്മദുൻ ഖത്തു, മുഹമ്മദ് സത്യസന്ധനാണ്, കളവ് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ അബുൽ ഹക്കം അബൂജഹൽ എവിടെയാണ് പിഴച്ചു പോയത്? ആ ജനങ്ങൾക്ക് മുമ്പ് റസൂൽ പറയുന്നുണ്ടായിരുന്നു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, നിങ്ങളിലേക്ക് വന്ന പ്രവാചകനാണ് ഞാൻ, നിങ്ങളിലേക്ക് നിയോഗിതനായ പ്രവാചകനാണ് ഞാൻ, നിങ്ങൾ എന്നെ വിശ്വസിക്കണം, നിങ്ങൾ എന്നെ വിശ്വസിക്കണം. ലഹു മുൽക്കു സമാവാതി വൽ അർദ്, ആകാശഭൂമികൾ അധികാരമുള്ള അല്ലാഹുവിന്റെ പ്രവാചകനാണ് ഞാൻ, എന്നെ വിശ്വസിക്കണമെന്ന് അവരോട് പറയുമ്പോൾ ആ വാക്കുകൾ അവരുടെ ഹൃദയത്തിലേക്ക് കയറുന്നുണ്ടായിരുന്നില്ല, അവർക്കത് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല, അവർക്ക് ആ കാര്യത്തിന്റെ അടുക്കലേക്ക് പോകാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അബൂലഹബിന്റെ അടുക്കൽ ഒരിക്കൽ ഇത് റസൂൽ ചെന്നിട്ട് പറഞ്ഞു, യാ അബൂലഹബ്, എന്നെ നിസ്സാരനാക്കല്ലേ, എന്നെ ആക്ഷേപിക്കരുതേ, നിങ്ങൾക്ക് മുമ്പിൽ ഞാനൊരു ചെറുപ്പക്കാരനാണ്, നിങ്ങൾ കാർന്നവരാണ്, മക്കയിലെ കാർന്നവരാണ്, ഒക്കെ ശരിയാണ്. ആ കാർന്നവരാണെന്നുള്ള എല്ലാ പരിഗണനയും തന്നുകൊണ്ട്, എല്ലാ ആദരവും ബഹുമാനവും തന്നുകൊണ്ട് അങ്ങയോട് പറയാണ്, താങ്കൾ വിശ്വസിക്കണം, എന്റെ കുടുംബക്കാരനാണ്, നാളെ ആഖിറത്തിലെത്തുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന നിങ്ങളോട് പറയാൻ വേണ്ടി എന്റെ റബ്ബിനോട് പറഞ്ഞ ആ സ്വർഗ നരകങ്ങളെ കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കുകയാണ്. ആ നരകത്തിലേക്ക് നിങ്ങൾ എത്തപ്പെടുന്നതിന് ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയുന്നില്ല, നിങ്ങൾ വിശ്വസിക്കൽ, അംഗീകരിക്കൽ, ഒന്ന് മനസ്സിലാക്കെന്ന് പറയുമ്പോ ഹാസ്യസ്വരത്തോടെ അബൂലഹബ് പറഞ്ഞു, ആ ആട്ടിൻകുട്ടിയോട് പറ മുഹമ്മദേ, ആ മൂലയിൽ നിൽക്കുന്ന ആട്ടിൻകുട്ടിയോട് പറ, അത് വിശ്വസിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കാം.
അത് വിശ്വസിക്കുമെങ്കിൽ ഞാൻ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ നേരെ ആട്ടിൻകുട്ടിയോട് മുഅ്ജിസത്തൻ പറഞ്ഞു. ആ ആട്ടിൻകുട്ടിയോട് പറഞ്ഞു, നീ അല്ലാഹുവിൽ വിശ്വസിക്ക്. കലിമത്തു ഷഹാദ ആ ആടിന്റെ നാവിൽ നിന്ന് പുറത്തേക്ക് വന്നു. അതാ പറഞ്ഞ വൽ വഹ്ശു വൽ അശു ജറുക സജദത ലഹു വഅലൈഹി കസല്ലംന ബഅദ തശഹുദി. അവിടത്തെ തശഹുദിന്റെ മുമ്പിൽ, അവിടത്തെ ഷഹാദത്തിന്റെ മുമ്പിൽ, അവിടത്തെ പ്രവാചകത്വത്തിന്റെ മുമ്പിൽ മൃഗങ്ങൾ പോലും മരങ്ങൾ പോലും മൃഗങ്ങളും മരങ്ങളും തന്റെ മുമ്പിൽ കീഴൊതുങ്ങിപ്പോയി. ജഅതലി ദഅവതിഹിൽ അഷ്ജാറു സാജിദതാ തംശി അലൈഹി ബിലാ സാഖിൻ ബിലാ ഖദമി. ഉംറയ്ക്ക് പോകുമ്പോ പരിശുദ്ധ റസൂലിന്റെ പ്രിയപ്പെട്ട പത്നിയായ ഖദീജത്തുൽ കുബ്ര ഉമ്മഹാത്തുൽ മുഅ്മിനീൻ അവർ അന്ത്യവിശ്രമം കൊള്ളുന്ന ജന്നത്തുൽ മുഅല്ലയിലേക്ക് നടന്നു പോകുമ്പോ ആ പോകുന്ന വഴിയിൽ രണ്ട് പള്ളികൾ ഇങ്ങനെ ഒരു കവലയിൽ കാണാം. അതിന്റെ വലതുഭാഗത്ത് മനോഹരമായ മാർബിൾ കൊണ്ട് മനോഹരമായി പണിയപ്പെട്ടിരിക്കുന്ന പള്ളി. ആ പള്ളിയുടെ പേര് മസ്ജിദുശ് ശജറ എന്നാണ്. മസ്ജിദുശ് ശജറ, വൃക്ഷങ്ങളുടെ പള്ളി. എന്താ പള്ളിയുടെ ചരിത്രം? ആ പള്ളിയുടെ പരിസരത്ത് നിൽക്കുമ്പോഴാ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് മക്കക്കാരനായ ഒരു മനുഷ്യൻ പറയുന്നു, യാ മുഹമ്മദേ, താങ്കൾ പ്രവാചകനാണെന്ന് വിശ്വസിക്കാൻ, ആ വിശ്വാസം ഞങ്ങൾക്കൊന്ന് ഉറപ്പിക്കാൻ ഒരു മുഅ്ജിസത്ത് അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തരുമോ? ഒരു മുഅ്ജിസത്ത്, ഒരു അത്ഭുതം, അമാനുഷികത കാണിച്ചു തരുമോ? റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, എന്ത് അമാനുഷികതയാണ് നിങ്ങൾക്ക് വേണ്ടത്? പറഞ്ഞു, ആ കാണുന്ന വൃക്ഷങ്ങൾ താങ്കൾ വിളിക്കൂ, ആ വൃക്ഷങ്ങൾ താങ്കളുടെ മുമ്പിലേക്ക് വരുമോ എന്നറിയട്ടെ. ചോദ്യകർത്താവിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഉറച്ചു വിശ്വസിക്കുകയാ, ഒരു വൃക്ഷം നടന്നു വരുമോ? ഒരു വൃക്ഷം നടന്നു വരുമോ? വൃക്ഷം വലിയ വടവൃക്ഷമാണ്, വലിയ ഈന്തപ്പനകളാണ്, മറ്റു മരങ്ങളാണ്. അതിന്റെ ഉയരം എത്രയുണ്ടോ അതിന്റെ പകുതിയോളം വേര് അതിന്റെ അടിയിലേക്ക്, മണ്ണിനടിയിലേക്ക് ഉണ്ടാകും. ആ വേരിൽ ഉറച്ചു നിൽക്കുന്ന വൃക്ഷം നടന്നു വരിക അസാധ്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ പടച്ചവനെ തവക്കുലാക്കിയിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് നീ അങ്ങോട്ട് പോ, നീ അങ്ങോട്ട് ചെല്ല്. ആ വൃക്ഷങ്ങൾ, നീ ചൂണ്ടിയ വൃക്ഷങ്ങളില്ലേ, അതിന്റെ മുമ്പിലേക്ക് ചെന്നിട്ട് പറയണം, ഞാൻ വിളിക്കുന്നു, വരാൻ വേണ്ടി പറയണമെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ ഈ മറുപടിക്ക് മുമ്പിൽ പകച്ചുപോയി. നടക്കൂ, സാധ്യതയുണ്ടോ? എന്നാലും പറഞ്ഞതല്ലേ, പോയി പറഞ്ഞു നോക്കാം. നേരെ ചെന്നു ആ വൃക്ഷങ്ങളുടെ മുമ്പിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, മുഹമ്മദ് നിങ്ങളെ വിളിക്കുകയാണ്. ഒരു നിമിഷം മാറേണ്ട താമസം, വൃക്ഷം കുലുങ്ങാൻ തുടങ്ങി. വൃക്ഷം കുലുങ്ങാൻ തുടങ്ങി. അത് കഴിഞ്ഞ് അതിന്റെ അടിയിലെ മണ്ണുകൾ മാറി, ആ വേരോടുകൂടി വൃക്ഷങ്ങൾ പുറത്തു വരുന്നു. രണ്ടു മനുഷ്യർ നടന്നു വരുന്നത് പോലെ. മനുഷ്യർ എങ്ങനെ നടന്നു വരുമോ അതേ രൂപത്തിൽ ആ വൃക്ഷങ്ങൾ ഇങ്ങനെ ചുവട് വെച്ചുകൊണ്ട് റസൂലിന്റെ മുമ്പിലേക്ക് നടന്നു വന്നു. ആ പറഞ്ഞ മനുഷ്യൻ, ചോദിച്ച മനുഷ്യൻ അവിടെ വീണു. ഷഹാദത്ത് കലിമ ചൊല്ലി അവിടെ വീണുവെങ്കിൽ ഈ റസൂലിനെ തിരിച്ചറിയാൻ ആർക്കാ കഴിയാതെ പോയത്? ആർക്കാ അറിയാൻ കഴിയാതെ പോയത്? ആ റസൂലിനെ അറിയാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നതിനും എത്രയോ അപ്പുറമാണ്. എന്റെ വായനകൾ, എന്റെ എഴുത്തുകൾ, എന്റെ പ്രഭാഷണങ്ങൾ, നമ്മുടെ പഠന മനനങ്ങൾക്കെല്ലാം അപ്പുറമാണ് റസൂൽ. റഹ്മത്തുൽ ലിൽ ആലമീൻ എന്നാണ് ആ റസൂലിനെ കുറിച്ച് പഠിച്ച് പരിചയപ്പെടുത്തിയ റഹ്മത്തുൽ ലിൽ ആലമീൻ. ആ റഹ്മത്തുൽ ലിൽ ആലമീൻ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, സർവ്വലോകങ്ങൾക്കും അനുഗ്രഹം. ആ റസൂലിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ, അറിയാൻ, അതിന്റെ ഒരു സമ്പൂർണത, അതിന്റെ ഒരു വിശാലത മനസ്സിലാക്കാൻ ഒറ്റ ആയത്ത് മതി. പരിശുദ്ധ ഖുർആൻ സൂറത്തെ ഫാത്തിഹ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആദ്യത്തെ ആയത്ത് അൽഹംദുലില്ലാഹി, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും, സർവ്വലോക പരിപാലകനായ അല്ലാഹുവിനാകുന്നു. ആരാണ് അല്ലാഹ്? റബ്ബുൽ ആലമീൻ. റബ്ബുൽ ആലമീൻ, സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ അല്ലാഹ്. അതേ പദമാണ് അല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞപ്പോൾ പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. അല്ലാഹുവിനെ കുറിച്ച് അൽഹംദുലില്ലാഹി റബ്ബുൽ ആലമീൻ, സർവ്വലോകങ്ങൾക്കും ഉടമസ്ഥനായ റബ്ബേ നിനക്കാണ് സർവ്വസ്തുതിയും. അതേ സർവ്വലോകങ്ങൾക്കും അനുഗ്രഹമായിട്ടാണ് റസൂലെ അങ്ങേ ഞങ്ങൾ അയച്ചിട്ടുള്ളത്. ഇത് രണ്ട് തമ്മിലുള്ള ആ വിശാലതയും അതിന്റെ ആ വലിപ്പവും ആ വണ്ണവും മനസ്സിലാക്കാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ആ ഹബീബായ റസൂലുള്ളാഹി, ആദരവായ പ്രവാചകന്റെ അനുയായികളായി ജനിക്കാനും ജീവിക്കാനും അവസരം കിട്ടി. ഇതിനേക്കാളും വലിയൊരു ഭാഗ്യമില്ല. കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമത. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ അനുയായികളായി വന്നുപോയ മുഅ്മിനീങ്ങൾ, അവരും വരുന്ന ആൾ ആഖിറത്തിൽ, അവർ വിശ്വസിച്ച ആളുകൾ, അവരും സ്വർഗത്തിലേക്ക് എത്തും. എന്നാൽ മനുഷ്യരാണല്ലോ, ജീവിത കാലഘട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ പിഴവുകൾ സംഭവിച്ചു പോയാൽ ആ പിഴവുകളുമായി നെട്ടോട്ടപ്പെടുമ്പോൾ, ആ പിഴവുകളുടെയും കുറ്റങ്ങളുടെയും പേരിൽ സ്വർഗം കിട്ടൂലേ എന്ന് കരുതി അവർ അന്താളിച്ചോടുമ്പോ അവരുടെ നേതാക്കളായ പ്രവാചകന്മാരുടെ മുമ്പിൽ ചെന്നിട്ട് ആവലാതി പറഞ്ഞാൽ
അവരെ കൈപിടിച്ചുകൊണ്ട് ശുപാർശ ചെയ്തുകൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ അവർക്ക് അവസരമുണ്ടാകൂല. കാരണം മുസ്തജാബുകളായ ആ പ്രവാചകന്മാർക്ക് ദുനിയാവിൽ വെച്ച് അല്ലാഹു കൊടുത്ത ഉറപ്പാട്ടം സ്വീകരിക്കുന്ന ഒരു ദുആ അത് ദുനിയാവിൽ വെച്ച് അവർ ചെയ്തുപോയി. എന്നാൽ നമ്മുടെ നേതാവ്, നമ്മുടെ ആശിഖ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നമ്മുടെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താ പറഞ്ഞത്? ഞാൻ എന്റെ ആ പ്രാർത്ഥനയെ സ്വീകരിക്കപ്പെടുമെന്ന് ഉറപ്പു പറഞ്ഞ പ്രാർത്ഥനയെ ഞാൻ നാളേക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ശഫാഅത്തൽ ലി ഉമ്മത്തി, എന്റെ സമുദായത്തിനെ ശുപാർശ ചെയ്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞെങ്കിൽ ആ റസൂലിനോളം നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് സ്വാധീനം മറ്റൊന്നും വരാൻ പാടില്ല. ഈമാനിന്റെ മാധുര്യം ആരാഗ്രഹിക്കുന്നു? 3 കാര്യം. അല്ലാഹു റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, അല്ലാഹും റസൂലും അതല്ലാത്ത മുഴുവൻ വസ്തുക്കളെക്കാളും ഒരു മനുഷ്യന്റെ സ്വാധീനം എന്താകുമോ അവനാണ് ഈമാൻ എന്ത് എന്ന് രുചിക്കാൻ കഴിയുക. അള്ളാഹു അങ്ങനെ ഈമാൻ ആസ്വദിക്കാൻ തൗഫീഖ് കിട്ടുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തഖബ്ബലല്ലാഹ്. ആ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ശഫാഅത്ത് ലഭിച്ച് നാളെ ഉന്നതമായ സ്വർഗ്ഗത്തിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവിടത്തോടൊപ്പം ഒരുമിച്ച് കൂടുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ.